തമിഴ് സിനിമാ ലോകം മറ്റൊരു പുതിയൊരു റെക്കോർഡിന്, അതായത് ഒരു വമ്പൻ കളക്ഷന് തിരികൊളുത്താനുള്ള സൂചനകൾ നൽകിയിട്ടുണ്ട്. അത് കമലഹാസനും രജനീകാന്തും വർഷങ്ങൾക്ക് ശേഷം, ഏകദേശം നമുക്ക് 47 വർഷങ്ങൾക്ക് ശേഷം അവർ വീണ്ടും ഒരു സിനിമയിൽ ഒന്നിക്കുന്നു എന്നുള്ളതാണ്. KH ആൻഡ് RK എന്ന പേരിലാണ് ഇതിൻ്റെ ഒരു പ്രൊമോ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. അത് അതിൻ്റെ പ്രൊമോ വീഡിയോ വന്നപ്പോൾ മുതൽ തന്നെ അതിന് ഭയങ്കര സ്വീകാര്യതയാണ് യൂട്യൂബിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ വശത്തും പോസിറ്റീവ് വശങ്ങളാണ്. പക്ഷേ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ആ പ്രൊമോയിൽ പറയുന്നില്ല. അതിൻ്റെ കഥയോ ത്രില്ലറാണോ ഒരു കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നില്ല. പക്ഷേ അതിൻ്റെ വളരെ കുറച്ചുള്ള ഒരു 2 മിനിറ്റിലുള്ള ചെറിയൊരു പ്രൊമോ വന്നിട്ട് എല്ലാ സിനിമാ പ്രേമികളെ ഒരുപോലെ ആകർഷിക്കുകയും ചെയ്യുന്നൊരു സാധനമാണ് അവിടെ നെൽസൺ ചെയ്തു വെച്ചിരിക്കുന്നത്. നമുക്കതിന് മനസ്സിലാക്കാം, വലിയൊരു തമിഴ് സിനിമാ ലോകത്തല്ല, ഒരു ദക്ഷിണേന്ത്യയിലെ ഒരു വമ്പൻ കളക്ഷനുള്ള പടയൊരുക്കമാണ് ഇവിടെ ഒരുങ്ങുന്നതെന്നൊക്കെ മനസ്സിലാവും. ഈ പ്രൊമോ വീഡിയോ കണ്ടിട്ട് അഖിലിന് എന്തൊക്കെ തോന്നുന്നുണ്ട്? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്കൊരു 3 മിനിറ്റ് 2.5-3 മിനിറ്റ് ഉണ്ട്. ആ 3 മിനിറ്റിൽ നമുക്ക് രോമാഞ്ചികേഷൻ നടത്തിയ ഒരു പ്രൊമോ ആയിട്ട് എനിക്ക് തോന്നി. കാരണം രണ്ടുപേരും കമലഹാസനും രജനീകാന്തും നടന്നു വരുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രജനീകാന്തിനെ കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു ആക്ടറാണ് കമലഹാസൻ. പക്ഷേ നമ്മൾ അറിഞ്ഞറിയാതെയോ രജനീകാന്തിലേക്ക് കണ്ടുപോകും. അയാളുടെ ഒരു ഓറ, നടത്തം, രീതി ഒരു ഗംഭീരമായിട്ട് അത് നെൽസൺ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ടുപേരുടെ ഈഗോ ക്ലാഷൊക്കെ ചെറുതായിട്ട് കാണിക്കുന്നുണ്ട്. ഇനി ഈഗോ ക്ലാഷ് ആണോ സിനിമയുടെ കഥ അത് നമുക്ക് അറിയില്ല. അത് സിനിമ ഇറങ്ങിയാലേ അറിയുള്ളൂ. വരാന്തയിൽ നിൽക്കുന്ന നെൽസണിലൂടെയാണ് തുടങ്ങുന്നത്. ആരുടെ മുറിയിലേക്ക് ആദ്യം കയറണമെന്ന് നെൽസനെ കൺഫ്യൂഷൻ അടിക്കുന്നുണ്ട്. രജനി സാറിന്റെ മുറിയിൽ കയറണോ കമൽ സാറിന്റെ മുറിയിൽ കയറണം. അപ്പോഴാണ് അനിരുദ്ധ് വരുന്നത്. അനിരുദ്ധ് വന്നിട്ട് ചോദിക്കുന്നു, ഒരു കൈ വെച്ച് കാണിക്കുന്നു, ഒരു രാഗത്തിന്റെ കാര്യം ചോദിക്കുന്നു. അപ്പൊ നെൽസൺ അതിന് റിപ്ലൈ കൊടുക്കുന്നു. അതിനനുസരിച്ച് അനിരുദ്ധ് അങ്ങ് പാസ് ചെയ്ത് പോകുന്നു. അപ്പോഴത്തേക്ക് അതേ ഇത് കൊള്ളാമല്ലോ എന്നുള്ള രീതിയിൽ നെൽസന് ഇതേ ഫോർമുലയിൽ ചെന്നിട്ട് 2-1 തീരുമാനിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു മുറി തുറക്കുന്നു. കമലഹാസന്റെ മുറി തുറന്നിട്ട് ആ മുറിയിൽ നിന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണിച്ചത്. എന്താ പറയാ, ഈ വയസ്സായ ലുക്ക് പോയില്ലേ എന്ന് പറഞ്ഞൊരു പടയപ്പ സിനിമയിലെ ഡയലോഗാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. കാരണം രണ്ടുപേരെ കാണുമ്പോൾ അത്രയൊരു സന്തോഷം. നമ്മൾ കുട്ടിക്കാലം തൊട്ട് കാണുന്ന രണ്ടുപേരും 47 വർഷങ്ങൾക്ക് ശേഷം 47 വർഷങ്ങൾക്ക് ശേഷം രണ്ടുപേരും ഒന്നിക്കുന്നൊരു സിനിമ, കുറേ നാളുകൾക്ക് ശേഷം ഒന്നിക്കുന്നൊരു സിനിമ. എനിക്ക് തോന്നുന്നു ഇതിന് മലയാളത്തിലാണെങ്കിൽ നേരത്തെ ഒന്നിക്കുകയായിരുന്നു. ഇത് തമിഴായതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു രണ്ടുപേരും ഒന്നിക്കാൻ കുറച്ച് വൈകിയതെന്ന് തോന്നുന്നു. ഇപ്പോൾ മോഹൻലാൽ മമ്മൂട്ടി ആണെങ്കിൽ ഇപ്പോൾ പാട്രിയോട്ട് എന്ന സിനിമ മഹേഷ് നാരായണൻ്റെ സിനിമ ഇറങ്ങുകയാണ്. ഒരു മാസം കഴിഞ്ഞ് ഇറങ്ങുകയാണ്. അതിൻ്റെ ട്രെയിലറിനേക്കാളും എനിക്ക് ഏറ്റവും മികച്ചതായിട്ട് തോന്നുന്നത് ഈ സിനിമയുടെ പ്രൊമോ ആണ്. കാരണം നമുക്ക് മലയാളികളെ 2 അഹങ്കാരമാണ് മമ്മൂട്ടി മോഹൻലാലും. പക്ഷെ ആ ട്രെയിലിനേക്കാളും നമുക്കൊരു ഇപ്പോഴും പലർക്കും അറിയില്ല ഇങ്ങനൊരു സിനിമ മമ്മൂട്ടി മോഹൻലാൽ ഒന്നിക്കുന്നൊരു സിനിമ ഇറങ്ങുന്നുണ്ടെന്ന് പലർക്കും അറിയില്ല. പക്ഷെ ഇതിപ്പോ ഇതിനു വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇതിന്റെ ഷൂട്ട് പോലും തുടങ്ങിയിട്ടുണ്ടാവില്ല. ഇതിന്റെ പ്രൊമോ ഷൂട്ടാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള പ്രൊമോ ആണ് നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിനു വേണ്ടി വെയിറ്റിംഗ് ആയിരിക്കും ഇപ്പോൾ ആരാധകർ ഫുള്ളും. വെറും ഒരു 3.5 മിനിറ്റ് ഉള്ള ഒരു പ്രൊമോ വീഡിയോയിലൂടെ. ആക്ച്വലി ഇതിനു മുമ്പ് അപൂർവരാഗങ്ങൾ സിനിമയിലാണ് ഇവർ രണ്ടുപേരും മുഴനീള കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. അതിന് അവർകൾ എന്നുള്ള സിനിമയുണ്ട്, 16 വൈദ്യനിലെ അങ്ങനെയുള്ള 1-2 സിനിമകളും അവർ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അന്നത്തെ കാലത്ത് ആ പടങ്ങളൊക്കെ വലിയ ഹിറ്റായിരുന്നു. പക്ഷേ എന്ന് വെച്ചാൽ അന്നത്തെ സാഹചര്യമല്ല എന്നുള്ളത്. ഇന്ന് രണ്ടുപേരും തമിഴ് സിനിമയിലല്ല ഇന്ത്യൻ സിനിമയിൽ സൂപ്പർ താരങ്ങളാണ്, സൂപ്പർ സ്റ്റാറുകളാണ്. അവരുടെ വളർച്ചയ്ക്കൊപ്പം തമിഴ് സിനിമയും വളർന്നു, ഇന്ത്യൻ സിനിമയും വളർന്നു. അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ റീയൂണിയൻ നടത്താൻ വേണ്ടി ഈ 2026 വരെ, അതായത് ഒരു പ്രൊമോ വീഡിയോ ഇറക്കാൻ വരെ ഇത്ര വർഷം കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് വരുന്നത്. അപ്പോൾ ആകാംക്ഷ കൂടും, സിനിമാ പ്രേമികൾക്ക് പ്രത്യേകിച്ച് ആകാംക്ഷ കൂടും. രജനീകാന്ത് ആരാധകർക്കും അതുപോലെ കമൽ ആരാധകർക്കും ഒരുപോലെ ആരാധന, അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷ, അതിന്റെ ഹൈപ്പിന്റെ ഏറ്റവും കൊടുമുടിയിൽ എത്തുന്ന ഒരു സാധനമാണ് ഇവർ ഒന്നിക്കുക എന്നുള്ളത്. അങ്ങനെ അതിന്റെ എല്ലാ സൂചനകളും തരുന്നുണ്ട് ഈ സിനിമയിൽ നിന്ന്. നമ്മളിപ്പോൾ ഈ നെൽസൺ ആ കോറിഡോറിലൂടെ നടക്കുമ്പോൾ അവിടെ 2 ഫോട്ടോ വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് എനിക്ക് തോന്നുന്ന ഒരു ക്രൈം ത്രില്ലർ സ്വഭാവമുള്ള സിനിമയാൻ സാധ്യതയുണ്ട്. ആ കോറിഡോറിലുള്ള 2 ഫോട്ടോ ഉണ്ട്. ഒന്ന് വൺസ് അപ്പോൺ എ ടൈം ഇൻ അമേരിക്കയുടെ ഉണ്ട്, ദ ഗോഡ് ഫാദർ ഉണ്ട്. ഇത് രണ്ടും ഹോളിവുഡിലെ ക്രൈം ത്രില്ലറിലാണ്. അപ്പൊ ഈ ഗോഡ് ഫാദറിനെ നമുക്ക് ക്രൈം ത്രില്ലർ മാത്രമല്ല, ഇതിനൊരു ഗാങ്സ്റ്റർ മൂവിയാണ്. അതിപ്പോൾ എല്ലാ സിനിമകളിലും എല്ലാ ഭാഷകളിലാണെങ്കിൽ പോലും
ഒരു കാലത്ത് ഒരു ക്രൈം ഗ്യാങ്സ്റ്റർ മൂവി എടുക്കുമ്പോൾ ഗോഡ് ഫാദറിന്റെ ഒരു ചെറിയ ഒരു ടച്ചുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിൻ്റെ അകത്തുനിന്നും നെൽസൺ ഒരു സൂചന തരുന്നുണ്ട്, അതായത് ഇത് ചെറിയൊരു സാധനമല്ല എന്നുള്ളൊരു സൂചന തരുന്നുണ്ട്. അതിനനുസരിച്ച് തന്നെയാകും ഈ പടം മുമ്പോട്ട് പോവുക. അതുപോലെ തന്നെ നമ്മൾ ഈ പ്രൊമോ വീഡിയോകളുടെ പകുതികൾ എടുക്കുമ്പോഴത്തേക്ക് ഇവർ കാറിലോട്ട് കയറുന്ന ഒരു സീനുണ്ട്. സാധാരണ ഒരു കമലിലായിരിക്കും, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് നടക്കുന്നത്. ആ വണ്ടിയുടെ ചാവി എടുത്ത് കമൽ രജനീകാന്ത് പാസ് ചെയ്ത് കൊടുക്കുക, അതായത് കമലിന്റെ കയ്യിലോട്ട് കൊടുക്കണം. സാധാരണ നമ്മൾ പ്രതീക്ഷിക്കുന്നത് തിരിച്ച് കമൽ രജനീകാന്തിലോട്ട് കൊടുക്കുക, രജനീകാന്ത് ആയിരിക്കും ഡ്രൈവ് ചെയ്യുന്നത്, നമുക്കൊരു തോന്നലുണ്ടാവും. പക്ഷെ അവിടെ പോലും ഒരു ട്വിസ്റ്റ് പോലെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ പടത്തിന്റെ നായകൻ ആരാന്നോ മറ്റു കാര്യങ്ങളോ ഒന്നും നമുക്ക് അവിടെ പറഞ്ഞു തരുന്നില്ല. അവിടെ ഒരു സസ്പെൻസ് ഇല്ലേ? അതെ, തീർച്ചയായിട്ടും. പിന്നെ എനിക്ക് രജനീകാന്തും കമൽഹാസനും പറയുമ്പോൾ തന്നെ നെൽസൺ എന്ന ഡയറക്ടറിനെ കുറിച്ച് പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം ആർക്കും കിട്ടാത്തൊരു വലിയൊരു ഭാഗ്യമാണ്, അല്ല പുതിയ തലമുറകൾക്ക് കിട്ടാത്തൊരു വലിയൊരു ഭാഗ്യമാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഏതൊരു ഡയറക്ടറിനോട് ചോദിച്ചു, തമിഴിലെ ഏത് ഡയറക്ടറിനോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് രജനിയെ വെച്ച് സിനിമ ചെയ്യണം, കമൽഹാസനെ വെച്ച് സിനിമ ചെയ്യണം, വിജയ് വെച്ച് സിനിമ, ഇപ്പോൾ രണ്ടുപേരും ഒന്നിച്ചൊരു സിനിമ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ഭാഗ്യം തന്നെയാണ് നെൽസൺ വന്നിരിക്കുന്നത്. നെൽസൺ അത് മോശമാക്കില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കേണ്ടത്. കാരണം നെൽസൺ മികച്ചൊരു ഡയറക്ടറാണ്. ഒരു സൈലന്റിലൂടെ പ്രേക്ഷകരെ ചിരിപ്പിക്കാൻ കഴിയുന്നൊരു ഡയറക്ടറാണ്. ഒരു അല്ലാതെ ഇപ്പോൾ ഏറ്റവും അവസാനം ഇറങ്ങിയ ജയിലറിൽ, ഇപ്പോൾ ജയിലർ 2 കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ജയിലറിലൊക്കെ നമുക്ക് വില്ലനെ കൊണ്ട് ചിരിപ്പിക്കുകയും അല്ലെങ്കിൽ സൈലൻസിലൂടെയൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ പ്രേക്ഷകരെ ചിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ ഒരു കഴിവാണ്. ഡാർക്ക് കോമഡി എന്നൊക്കെ അതിനൊക്കെ പറയുന്നത്. അപ്പോൾ ഇതെന്തായാലും പ്രേക്ഷകരെ നല്ല രീതിയിൽ രസിപ്പിക്കുന്ന ഒരു സിനിമ തന്നെ ആയിരിക്കും എന്നാണ് എനിക്കൊരു വിശ്വാസം. ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ കുറച്ച് നാളുകളായിട്ട് തുടങ്ങിയിട്ടുണ്ട്. മുമ്പ് എനിക്കൊന്ന് കഴിഞ്ഞ സെപ്റ്റംബറിലോ മറ്റോ ഇതിനുമായിട്ട് വന്ന് രജനീകാന്ത് മറ്റോണ്ട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു സിനിമ ഉണ്ടാവും, ഞങ്ങൾ തമ്മിൽ ഒരുമിച്ചൊരു സിനിമ ഉണ്ടാവും. പക്ഷെ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ല എന്നുള്ളൊരു ഒരു കാര്യം അവിടെ പറയുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും ഒരുമിക്കുമ്പോൾ രണ്ട് ഫാൻസുകാരുണ്ടല്ലോ. അപ്പൊ ഈ രണ്ട് ഫാൻസുകാർക്കും ഞങ്ങൾ ആരാണ് ബെറ്റർ എന്നുള്ളൊരു ചോദ്യം അവിടെ ഒരു അളന്നു തൂക്കലൊക്കെ വരാൻ സാധ്യത. കുറച്ച് മാസങ്ങൾ മുന്നേ ഉണ്ടായിരുന്നു. അത് കമൽഹാസൻ നിർമ്മിച്ച് രജനീകാന്തിനെ നായകനാക്കി, അല്ലെങ്കിൽ രണ്ടുപേരും ഒന്നിച്ചു വരുന്നൊരു സിനിമ. അത് സുന്ദർസി ആയിരുന്നു ആദ്യം സംവിധാനം ചെയ്യാൻ വിചാരിച്ചത്. അപ്പോൾ സുന്ദർസി പിന്നീട് അത് അതിൻ്റെ പൂജകളൊക്കെ കഴിഞ്ഞ ശേഷം പിന്നീട് അത് പറയുകയും ചെയ്തു, ഞാൻ ഇതിൽ നിന്ന് ഒഴിയുകയാണ്, കുറച്ച് കാര്യങ്ങൾ വേറൊരു പ്രൊജക്റ്റ് കാരണം ഒഴിവാവുകയാണ്. പിന്നീട് വേറെ പല പല ഡയറക്ടർമാരൊക്കെ പേര് കേട്ടിരുന്നു. പിന്നെ ആ സിനിമ ഒഴിവായി എന്നാണ് ഞാൻ രാവിലെ വരെ വിചാരിച്ചത്. പക്ഷെ ഇന്നിപ്പോൾ നെൽസന്റെ ഒരു പ്രമോ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്നു. നമ്മളിപ്പോൾ അപൂർവരാഗങ്ങളിൽ മുഴുനീള കഥാപാത്രം ഒരുമിച്ച് ചെയ്ത കാര്യം നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ അതിനുശേഷം രജനീകാന്തിന് വലിയൊരു പൊലിമ പോയിട്ടില്ലായിരുന്നു. പക്ഷെ അപ്പോഴും ഒരു ഈ 2000-ന്റെ അല്ലെങ്കിൽ 2010 ശേഷമൊക്കെ കമൽഹാസൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഏറ്റവും അവസാനം വിക്രം വരുമ്പോഴാണ് കമൽഹാസന് തൻ്റെ ഒരു പഴയൊരു രീതിയിലേക്ക് എത്തുന്നത്. ഇപ്പോഴേ അതിന് ശേഷം പിന്നെ ജയിലർ വരുന്നുണ്ട്. ആ സമയത്ത് രണ്ടുപേരും കട്ടക്ക് നിൽക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ തമിഴ് സിനിമ ലോകത്തുണ്ട്. ഇപ്പം തമിഴ് സിനിമയിൽ കുറച്ച് ആളുകൾക്കും ഈ വിജയുടെ പടം അടക്കം പല പ്രതിസന്ധികളും നേരിടുന്നു, ജനനായകനടക്കം പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. അപ്പോഴാണ് ഇങ്ങനെ ഒരു വലിയൊരു സിനിമയുടെ ഒരു ഹൈപ്പ് തമിഴ് സിനിമ ലോകത്തോട്ട് വരുന്നത്. ഇപ്പൊ ആരാധകർക്ക് കിട്ടുന്ന ഒരു പ്രതീക്ഷയുണ്ട്, അതൊരു വൻ പ്രതീക്ഷ തന്നെയല്ലേ? തീർച്ചയായും. കാരണം 2K കിഡ്സ്, ഇപ്പൊ നമ്മൾ പറയും 2K കിഡ്സ്, അവർക്ക് അറിയില്ല കമൽഹാസൻ ആരാണെന്ന്. അവർ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഏറ്റവും ഹിറ്റായിട്ട് കമൽഹാസന്റെ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ വിക്രമായിരിക്കും. അപ്പൊ എനിക്കറിയാതെ കുറച്ച് 2K കിഡ്സ് ഉണ്ട്. എന്നെ അഭിനയമല്ല അങ്ങനെ കാഴ്ച വെച്ചിരിക്കുക, ഇയാളെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് ഇവരിങ്ങനെ പറയുന്നത്. നമുക്കറിയാം എന്താണെന്ന്, കമൽഹാസൻ എന്താണെന്നും രജനീകാന്ത് എന്താണെന്നും ഒക്കെ നമുക്ക് അറിയാം. അപ്പൊ ഇവർക്കത് സ്ക്രീനിൽ നന്നായിട്ട് രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ആസ്വദിക്കാൻ പറ്റിയ സിനിമയായിരിക്കും. 2K കിഡ്സിന് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും, പഴയ ആൾക്കാർക്കും ഇപ്പോഴത്തെ ആൾക്കാർക്കും പറ്റിയ ഗംഭീര സിനിമ തന്നെ ആയിരിക്കും. പക്ഷെ ഇവർ രണ്ടുപേരുടെയും കാര്യം, ഇവർ രണ്ടുപേരും പരസ്പരം ഭയങ്കര റെസ്പെക്ട് ചെയ്യുന്നതാണ്. ഈ കമൽഹാസൻ ആണെങ്കിലും രജനീകാന്ത് ആണെങ്കിലും. അതിൻ്റെ അകത്ത് ഇവര് എവിടെ ഞാൻ വായിച്ചിട്ടുണ്ട്, അതായത് ഈ കമൽഹാസൻ തമിഴ് സിനിമയിൽ മാത്രം തമിഴ് 6ഓളം സിനിമകൾ ഒരേ സമയത്ത് സൂപ്പർ സ്റ്റാർ ആയിട്ടിരുന്ന നടനാണ്. ഈ കമൽഹാസൻ സൂപ്പർ സ്റ്റാർ ആയിട്ടിരുന്ന സമയത്ത് രജനീകാന്ത് കാറിൽ കയറ്റിക്കൊണ്ടുപോയെന്നൊക്കെ പറയുന്നുണ്ട് തന്നെ.
കാരണം വെച്ചാൽ ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ടിരുന്ന സമയത്താണ് ഈ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുന്നത്. അപ്പൊ അതൊക്കെ ഇപ്പോഴത്തെ ഇപ്പൊ അഖില് പറഞ്ഞ പോലെ ഇപ്പൊ യുവതലമുറകൾ എത്ര പേർക്ക് അറിയാൻ പറ്റും അല്ലെ അറിഞ്ഞിരുന്നു എന്നുള്ള കാര്യമൊക്കെ അറിയത്തില്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇങ്ങനൊരു സിനിമ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പം പഴയതുപോലെ ഒന്നും അല്ല. ഇപ്പൊ പാൻ ഇന്ത്യൻ ലെവലിലാണ് സിനിമകൾ റിലീസ് ആവുന്നത്, സ്വീകാര്യത കൂടും. ഇപ്പൊ നമ്മളിപ്പോ ദുരന്തർ പോലുള്ള സിനിമകളുണ്ട് കണ്ടല്ലോ, അതിപ്പോ കേരളത്തിൽ വരെ സാധാരണ ഒരു ഹിന്ദി സിനിമയൊന്നും കേരളത്തിൽ അങ്ങനെ വലിയ തോതിലൊന്നും ഒരു സ്വീകാര്യത കിട്ടില്ല. പക്ഷെ കേരളത്തിൽ പോലും ആ പടത്തിന് ഒരു ചെറിയ ശതമാനം സ്വീകാര്യത കിട്ടുന്നുണ്ട്. അപ്പോഴാണ് നമുക്കറിയാവുന്ന നമ്മുടെ സൂപ്പർ താരങ്ങൾ പറയുന്നത്, നമ്മുടെ ഈ മലയാളത്തിലെ ആണെങ്കിൽ പോലും ഇപ്പം കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് കോടികൾ കൊണ്ടുപോകുന്ന ഒരു ഇൻഡസ്ട്രിയാണ് തമിഴ് ഇൻഡസ്ട്രി. അപ്പോഴും നമ്മുടെ താരങ്ങളുടെ കൂട്ടത്തിൽ തന്നെയാണ് കമലഹാസനെയും രജനീകാന്തിനെയൊക്കെ മലയാളികൾ എന്നും കണ്ടിരുന്നത്. അങ്ങനെ ഒരു താരങ്ങളാണ് ഒരു വമ്പൻ സിനിമയായിട്ട് വരുന്നത്. എല്ലാ സസ്പെൻസാണ് സിനിമയുടെ സ്റ്റോറി അടക്കം. ഇവർ രണ്ടുപേരും ഉണ്ട്. അനിരുദ്ധ് മ്യൂസിക് ചെയ്യുന്നു, നെൽസൺ സംവിധാനം ചെയ്യുന്നു, പിന്നെ റെഡ് ജെയിൻ മൂവീസ് സിനിമ കൊണ്ടിരുന്നു. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്കറിയത്തുള്ളൂ. ബാക്കിയെല്ലാം സസ്പെൻസിൽ നിർത്തിയിരിക്കുകയാണ്. ആ സസ്പെൻസ് തന്നെ ആവും ചിലപ്പോൾ നമ്മളെ ഈ സിനിമയിലേക്ക് കൂടുതൽ ആകർഷിക്കുന്നതെന്ന് തോന്നുന്നു. സസ്പെൻസ് മാത്രമല്ല, രണ്ടുപേരുടെ കാണാനൊരു സ്ക്രീനിൽ കാണാനൊരു ആഗ്രഹം ഉണ്ട്. പറഞ്ഞ സിനിമയിലെ ആ പ്രൊമോ അവസാനിക്കുന്നത് പറയുന്ന പോലെ തന്നെ ആരായിരിക്കും ഈ സിനിമയിലെ നായകൻ എന്നാണ് എനിക്ക് ആഗ്രഹിക്കാൻ. രജനിയാണോ അതോ കമലഹാസനാണോ, രണ്ടുപേരാണോ നായകന്മാര്? അപ്പോൾ ആ സിനിമ പ്രൊമോ പറഞ്ഞ് അവസാനിക്കുന്നത് എങ്ങനെയാണോ അതാണ് എനിക്കിപ്പം പറയാനുള്ളത്. ആരായിരിക്കും ഇതിലെ നായകൻ? അതെ, അതാരെന്ന് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്. അതുവരെ സസ്പെൻസ് തുടരട്ടെ. ഓക്കെ. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം, എല്ലാം ഇനി സമയത്തിൽ.